മെനി ഫോംസ് വൺ ലൈഫ്. വിവിധ രൂപങ്ങൾ ഒരു ജീവിതം. മിത്ര വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. ദർ were some light yellow pearly objects in a plant. ഒരു പ്ലാന്റിൽ ഇളം മഞ്ഞ നിറത്തിലുള്ള മുത്തുപോലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. മിത്ര കോൾഡ് ഹർ മദർ. മദർ ലുക്ക്ഡ് അറ്റ് ദ ലീവ്സ്. മിത്ര അവളുടെ അമ്മേനെ വിളിച്ചു. അമ്മ ആ ലീവ്സിലേക്ക് നോക്കി. ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ദീസ് ആർ ദ എഗ്സ് ഓഫ് എ ബട്ടർഫ്ലൈ ഡിയർ. എന്താ അമ്മ പറയണേ? ഇത് ബട്ടർഫ്ലൈൻ്റെ മുട്ടകളാണ് എന്ന് പറയുകയാണ്. ഷീ വെയിറ്റഡ് ഈഗർലി ടു സീ ദ ബട്ടർഫ്ലൈ കമ്മിങ് ഔട്ട് ഓഫ് ദ എഗ്. അവൾ മുട്ടയിൽ നിന്ന് ബട്ടർഫ്ലൈ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ജിജ്ഞാസയോടുകൂടി കാത്തിരുന്നു. വാട്ട് ഈസ് സർപ്രൈസ്? ഷീ സോ ഓൺലി വോംസ്. അവളാകെ എന്തുമാത്രമേ കണ്ടുള്ളൂ? വോംസിനെയാണ് കണ്ടത്. മോം, ആർ ദേ റിയലി നോട്ട് ദ എഗ്സ് ഓഫ് ദ ബട്ടർഫ്ലൈസ്? എന്താ ചോദിക്കണേ? അമ്മോട് ചോദിക്കുകയാണ്, ഇത് ശരിക്കും ബട്ടർഫ്ലൈസിൻ്റെ മുട്ടകൾ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ദീസ് വോംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈസ് ഡിയർ. ഇറ്റ് ഈസ് കോൾഡ് ലാർവ. ഈ പുഴുക്കൾ ബട്ടർഫ്ലൈസ് ആയിട്ട് മാറുമെന്ന് പറയുകയാണ്. ഈ വോംസിനെ എന്താ പറയുക? ഇറ്റ് ഈസ് കോൾഡ് ലാർവ എന്ന് പറഞ്ഞു. മിത്ര became curious. She took photos of the changes happening to the worm in the following days. മിത്രയ്ക്ക് നല്ല ആകാംക്ഷയായി. അവൾ ഈ പുഴുക്കളിൽ വരുന്ന മാറ്റങ്ങളുടെ ഒക്കെ എല്ലാം ഫോട്ടോസ് എടുത്തു. Observe the pictures, find out the names of each stage and write its features in your environmental science diary. ഈ പിക്ചേഴ്സ് എല്ലാം നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജസിൻ്റെയും പേരുകളെല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേജസൊക്കെ ഒന്ന് കണ്ടുപിടിക്കല്ലേ? ഓക്കെ. ഫസ്റ്റ് സ്റ്റേജ് കണ്ടോ? എന്താണ്? എഗ്ഗാണ്. നെക്സ്റ്റ് സ്റ്റേജ് കണ്ടോ? എന്താണ്? അതൊരു വോമായിട്ട് മാറണു അല്ലേ? അപ്പോൾ എന്താ വോമിനെ പറയുക? നമ്മൾ കണ്ടല്ലോ, ലാർവ. അപ്പോൾ ആ സ്റ്റേജ് എന്താണ്? ലാർവയാണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? പ്യൂപ്പ. നെക്സ്റ്റ് എന്തായിട്ട് മാറണു? ബട്ടർഫ്ലൈ ആയിട്ട് മാറണു. അപ്പോൾ മൊത്തം എത്ര സ്റ്റേജസ് ആണ്? 4 സ്റ്റേജസ് ആണ്. ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ ഹാവ് 4 സ്റ്റേജസ്. ഒരു ബട്ടർഫ്ലൈൻ്റെ ജീവിതക്രമം എന്ന് പറയുന്നത് 4 സ്റ്റേജായിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? എഗ് അല്ലേ? എഗ് സ്റ്റേജ് നമുക്കൊന്ന് പറയാം. ബട്ടർഫ്ലൈ ലേസ് എഗ്സ് അണ്ടർ ദ ലീവ്സ്. ബട്ടർഫ്ലൈസ്, ഫീമെയിൽ ബട്ടർഫ്ലൈസ്. ഫീമെയിൽ ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യും? മുട്ടകൾ ഇലകളുടെ അടിയിൽ ഇടും. ദ എഗ് വിൽ ഹാച്ച് വിത്തിൻ 6 days. ആ എഗ്സ് വിരിയുക 6 ദിവസത്തിനുള്ളിൽ വിരിയും. ദെൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ലാർവ. ലാർവ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്മോൾ വോംസ് ദാറ്റ് കംസ് ഔട്ട് ഫ്രം ദി എഗ്സ്. എഗ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ് പുഴുക്കൾക്ക് നമ്മൾ എന്താ പറയുക? ലാർവ എന്ന് പറയും. ദ വോംസ് ഈറ്റ് ലീവ്സ് ആൻഡ് ഗ്രോ ഇൻ ടു എ ബിഗ് വൺ. വോംസ് ഒക്കെ എന്ത് ചെയ്യുക? വോംസ് എന്താ ചെയ്യുക? അത് ലീവ്സ് എല്ലാം കഴിച്ചിട്ട് അത് വലുതായിട്ട് മാറും. ദെൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പ്യൂപ്പ. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? പ്യൂപ്പ എന്നാണ്. ഈ സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ വെൻ ദ ലാർവ ബിക്കംസ് ബിഗ് ഇനഫ് ഇറ്റ് ഇറ്റ്സെൽഫ് ഫോം ഇൻ ടു എ പ്യൂപ്പ. അതായത് അത് അത്യാവശ്യം അതിന് വലുതായി കഴിഞ്ഞാൽ അത് സ്വയം എന്തുണ്ടാക്കും? ഒരു പ്യൂപ്പയായിട്ട് മാറുകയാണ്. പ്യൂപ്പ ഈസ് ലൈക്ക് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഫോംഡ് ബൈ ലാവ ഇറ്റ്സെൽഫ് സിമിലർ ടു എ കുക്കൂൺ. പ്യൂപ്പ എന്ന് പറയുന്നത് അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അതാരാ ഉണ്ടാക്കുന്നത്? ലാർവ സ്വയം ഉണ്ടാക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തു കൂടെ ഒരു ലെയർ ഫോം ചെയ്യുകയാണ് കേട്ടോ. അതെന്തിനെ പോലെ തന്നെയാണ്? ഒരു കുക്കൂണിനെ പോലെയാണ്. കുക്കൂൺ എന്ന് പറഞ്ഞാൽ പുഴുക്കൂട്. ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ബട്ടർഫ്ലൈ. അവസാന സ്റ്റേജ് എന്താണ്? ബട്ടർഫ്ലൈ ആയിട്ട് മാറുകയാണ്. ആഫ്റ്റർ എബൌട്ട് 15 days, അതായത് 15 ദിവസത്തിന് ശേഷം എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ എമേർജസ് ബൈ ബ്രേക്കിംഗ് ഔട്ട് ദ പ്യൂപ്പൽ കേസ്. ആ പ്യൂപ്പൽ കേസ് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈയെ പുറത്തോട്ട് വരും. ദെൻ വിതിൻ മിനിറ്റ്സ് ഇറ്റ് ഫ്ലൈസ് അവേ. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അത് പറന്നു പോകുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഒരു ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിള്. എന്തൊക്കെയാണ് പറഞ്ഞത് മനസ്സിലായല്ലോ? ഫസ്റ്റ് വൺ എഗ്, ദെൻ നെക്സ്റ്റ് ലാർവ, നെക്സ്റ്റ് പ്യൂപ്പ, ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ബട്ടർഫ്ലൈ. ഇഫ് യു ഒബ്സർവ് ദ ബോട്ടം ഓഫ് ദ കറി ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ്സ് യു ക്യാൻ ഫൈൻഡ് ബട്ടർഫ്ലൈ ലേസ് സ്റ്റിക്കിംഗ് ദർ.
നിങ്ങൾ കറി ലീവ്സ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില, കറിവേപ്പിലയുടെ അടിയിലും അതുപോലെ തന്നെ വേറെ പ്ലാന്റ്സിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ നിങ്ങൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബട്ടർഫ്ലൈൻ്റെ എഗ്സ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റുമെന്ന്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ വീട്ടിൽ. നെക്സ്റ്റ് കളർ ദ ബട്ടർഫ്ലൈ ആണ്. ഒരു ബട്ടർഫ്ലൈൻ്റെ പിക്ചർ വന്നിട്ട് അത് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ, ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ്. ഈ ബട്ടർഫ്ലൈസിനെ ബട്ടർഫ്ലൈസിൻ്റെ പിക്ചേഴ്സ് വന്നിട്ടുണ്ടല്ലോ. ഈ ബട്ടർഫ്ലൈസിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആർ ഇൻ ദ ഡിസൈൻസ് ഓൺ ദ വിങ്സ് ദ സെയിം? ചിറകുകളിലെ ഡിസൈനുകൾ ഒന്നു തന്നെയല്ലേ? ഹൗ അബൌട്ട് ദ ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്? നിങ്ങൾ കളർ ചെയ്ത ബട്ടർഫ്ലൈനെ എങ്ങനെയാണ്? ഡു ദ വിങ്സ് ഓഫ് ഓൾ ബട്ടർഫ്ലൈസ് ലുക്സ് ലൈക്ക് ദിസ്? എല്ലാ ബട്ടർഫ്ലൈസിൻ്റെയും വിങ്സ് ഇതുപോലെയാണോ കാണുന്നത്? ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ് ടു ദ ക്ലാസ്. അതായത് നിങ്ങളുടെ സറൗണ്ടിങ്സ് ചുറ്റുപാടും നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്, എല്ലാതും ഒരേപോലെയാണോ? എല്ലാ ബട്ടർഫ്ലൈസും ഒരേപോലത്തെ വിങ്സ് ആണോ ഉള്ളത്? അല്ല അല്ലേ. ബട്ടർഫ്ലൈസ് ആർ ഡിഫർ ഇൻ ദയർ സൈസ്, കളർ, ഷേപ്പ് ആൻഡ് വിങ്സ്. ബട്ടർഫ്ലൈസ് അതിൻ്റെ സൈസിലും അതുപോലെ തന്നെ കളറിലും ഷേപ്പിലും വിങ്സിലൊക്കെ വ്യത്യാസപ്പെടുന്നുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ടു ഐഡൻറ്റിഫൈ ദം. അതായത് ഓരോ ഗ്രൂപ്പ് ഓഫ് ബട്ടർഫ്ലൈസിനും ഓരോ പേരുകളുണ്ട് അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയാണ്. ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്? ബട്ടർഫ്ലൈസിന് പേരുകളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ 2 ബട്ടർഫ്ലൈസിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? അതെന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? കോമൺ ജെസിബൽ. നെക്സ്റ്റ് വണ് കോമൺ ഗ്രാസ് യെല്ലോ. ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സദേൺ ബേർഡ് വിങ്, അതായത് ഗരുഡശലഭം. സദേൺ ബേർഡ് വിങ് എന്നാണ് പറയുക, ഗരുഡശലഭം. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഗരുഡശലഭമാണ്. അതിന് സദേൺ ബേർഡ് വിങ് എന്ന് പറയുന്നു. ആൻഡ് ദ സ്മോളസ്റ്റ്, ചെറുത് എന്ന് പറയുന്നത് ഗ്രാസ് ജ്വല്ലാണ്, രത്നനീലി. എന്താണ്? ഗ്രാസ് ജ്വൽ. ഓക്കെ. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീകോക്ക്, ബുദ്ധമയൂരി. മലബാർ ബാൻഡഡ് പീകോക്കാണ് ഒഫീഷ്യൽ ബട്ടർഫ്ലൈ. കേരളത്തിൻ്റെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എന്താണ്? മലബാർ ബാൻഡഡ് പീകോക്ക് എന്നാണ്. അതിനെന്താ പറയുക? ബുദ്ധമയൂരി. ദ പിക്ചേഴ്സ് ഓഫ് സം ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ ഗിവൺ ബിലോ. നമ്മളുടെ ചുറ്റുപാടും കാണുന്ന കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പിക്ചേഴ്സാണ് ചുവട്ടിൽ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ടോണി കോസ്റ്റർ, ദെൻ നെക്സ്റ്റ് കോമൺ പീരറ്റ്, ദെൻ ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി, കോമൺ മെർമോൺ. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ദം. അതായത് നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കുറച്ച് ബട്ടർഫ്ലൈസിനെയൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് അതിൻ്റെ പേരുകളും അതുപോലെ തന്നെ അത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഇൻ 2 ways. ബട്ടർഫ്ലൈസ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് 2 രീതിയിലാണ്. ഫോർ ലേയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ്. ദ കോമൺ മോർമോൺ ബട്ടർഫ്ലൈ, നമ്മൾ നേരത്തെ കണ്ടല്ലേ കോമൺ മോർമോൺ എന്നുള്ള ബട്ടർഫ്ലൈനെ. അതിനെന്താ പറയുന്നത് അറിയോ? നാരകക്കാളി എന്നാണ് മലയാളത്തിൽ പറയുക. യൂഷ്വലി ലേ എഗ്സ് ഓൺ ദ സിട്രസ് പ്ലാന്റ് നാരകം ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാന്റ് പാനാൽ. ഈ കോമൺ മോർമോൺ ബട്ടർഫ്ലൈ മുട്ടയിടുക നാരകത്തിലും അതുപോലെ തന്നെ പാനാൽ എന്നുള്ള ചെടിയിലൊക്കെയാണ് മുട്ടയിടുക. ദ ലാർവേ ഈറ്റ് ദ ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. അവരുടെ ലാർവേ എന്ന് പറഞ്ഞാൽ പുഴു അല്ലേ, വോംസ് വരുമല്ലോ സെക്കൻഡ് സ്റ്റേജിൽ. ആ ലാർവേ എന്താ ചെയ്യുക? പ്ലാന്റ്സിൻ്റെ ലീവ്സ് കഴിക്കും. വെൻ ദേ ബിക്കം ബട്ടർഫ്ലൈസ് ദേ ഫൈൻഡ് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ് ഓഫ് ഹിബിസ്കസ്, വൈറ്റ് ഓർക്കിഡ് ട്രീ ആൻഡ് മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സ്. ഈ ലാർവകൾ ബട്ടർഫ്ലൈസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവർ ഈ ഹിബിസ്കസ്, വൈറ്റ് ഓർക്കിഡ് ട്രീ, മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സ് അതിൻ്റെ ഫ്ലവേഴ്സിൽ നിന്നാണ് തേന് കണ്ടെത്തുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.